അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുഅ്മിനീങ്ങളായ നമ്മെ സംബന്ധിച്ചിടത്തോളം മുഅ്മിനീങ്ങളുടെ ഉമ്മമാരായ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ പറ്റി അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരെ പറ്റി അറിയൽ അനിവാര്യമാണ്. ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 13 വിവാഹം ചെയ്തിട്ടുണ്ടെങ്കിലും അസ്മാ ബിൻത്ത് നുഅ്മാനുൽ കിന്ദിയ്യ, അമ്ര ബിൻത്ത് യസീദുൽ കിലാബിയ എന്നീ രണ്ട് ഭാര്യമാരുമായി ദാമ്പത്യ ജീവിതം പുലർത്തിയിട്ടുണ്ടായിരുന്നില്ല. ബാക്കിയുള്ള 11 ഭാര്യമാർ ഖദീജ റളിയല്ലാഹു അൻഹ, സൗദ റളിയല്ലാഹു അൻഹ, ആയിഷ റളിയല്ലാഹു അൻഹ, ഹഫ്സ റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത്ത് ഖുസൈമ റളിയല്ലാഹു അൻഹ, ഉമ്മു സലമ റളിയല്ലാഹു അൻഹ, സൈനബ് ബിൻത്ത് ജഹ്ഷ് റളിയല്ലാഹു അൻഹ, ജുവൈരിയ റളിയല്ലാഹു അൻഹ, ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ, സഫിയ റളിയല്ലാഹു അൻഹ, മൈമൂന റളിയല്ലാഹു അൻഹ എന്നിവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആദ്യമായി വിവാഹം ചെയ്തത് ഖുവൈലിദ് എന്നവരുടെ മകളായ ഖദീജ റളിയല്ലാഹു അൻഹയെയാണ്. ആനക്കാല സംഭവത്തിന്റെ 26-ാം വർഷം, അതായത് ഹിജറയുടെ 28 വർഷം മുമ്പുള്ള സഫർ മാസത്തിന്റെ തുടക്കത്തിലായിരുന്നു ആ പ്രഥമ വിവാഹം നടന്നത്. 40 ഒട്ടകമായിരുന്നു അവിടുന്ന് മഹറായി നൽകിയിട്ടുണ്ടായിരുന്നത്. വിവാഹ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് 25 വയസ്സും ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹക്ക് 40 വയസ്സുമാണ് ഉണ്ടായിരുന്നത്. ഖദീജ റളിയല്ലാഹു അൻഹ മുമ്പ് 2 വിവാഹം ചെയ്തിട്ടുണ്ടായിരുന്നു. ആദ്യ ഭർത്താവായ ഉതയ്യഖ് ഇബ്നു ആയിഷ മരണപ്പെട്ടതിനു ശേഷം ബീവി വിവാഹം ചെയ്തത് അബൂ ഹാലയെയാണ്. അദ്ദേഹവും മരണപ്പെട്ടപ്പോൾ ശിഷ്ടകാലം തനിച്ച് ജീവിക്കാമെന്നാണ് ബീവി കരുതിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഖദീജ റളിയല്ലാഹു അൻഹയും ഖുറൈശി സ്ത്രീകളും ഒരുമിച്ച് കൂടിയ ഒരു സദസ്സിൽ ഒരു ജൂതൻ വന്നുകൊണ്ട് പറയുകയുണ്ടായി, നിങ്ങളിൽ ആർക്കെങ്കിലും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യയാകാൻ കഴിയുമെങ്കിൽ അങ്ങനെ ചെയ്യുക. ഇത് കേട്ട ഖുറൈശി സ്ത്രീകൾ അദ്ദേഹത്തെ ചീത്ത പറയുകയും കല്ലെടുത്തെറിയുകയും ചെയ്തു. പക്ഷേ ഖദീജ റളിയല്ലാഹു അൻഹ മാത്രം ഒന്നും പ്രതികരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ഖദീജ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറ്റി അന്വേഷിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സ്വഭാവ മഹിമയും പരിശുദ്ധിയും സത്യസന്ധതയും കുടുംബ മഹിമയും കാരണത്താൽ ബീവി നബി തങ്ങളോട് വിവാഹാലോചന നടത്തുകയായിരുന്നു. ഇതാണ് ആ പ്രഥമ വിവാഹത്തിലേക്ക് വഴിതെളിച്ച സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ 7 മക്കളിൽ മാരിയത്തുൽ കിബ്തിയ്യ എന്ന അടിമസ്ത്രീയിൽ ജനിച്ച ഇബ്രാഹിം റളിയല്ലാഹു അൻഹു ഒഴികെയുള്ള ബാക്കി 6 മക്കളും ഖദീജ ബീവിയിൽ ജനിച്ചവരാണ്. ഹിജറയുടെ 3 വർഷം മുമ്പുള്ള റമദാൻ മാസത്തിലാണ് മഹദി വഫാത്താകുന്നത്. മഹദി വഫാത്താവുന്നതിന്റെ 3 ദിവസം മുമ്പാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പിതൃവ്യനായ അബൂ ത്വാലിബും ഈ ലോകത്തോട് വിട പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ ദുഃഖവർഷം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിളിച്ചതായി നമുക്ക് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാൻ കഴിയും. രണ്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് സൗദ റളിയല്ലാഹു അൻഹയെയാണ്. നുബുവത്തിന്റെ 10-ാം വർഷം, അതായത് ഖദീജ റളിയല്ലാഹു അൻഹ വഫാത്തായി കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സൗദ റളിയല്ലാഹു അൻഹയെ വിവാഹം ചെയ്യുന്നത്. 400 ദിർഹമായിരുന്നു അവിടുന്ന് മഹറായി നൽകിയിട്ടുണ്ടായിരുന്നത്. സക്കറാൻ ഇബ്നു അംറായിരുന്നു മഹദിയുടെ ആദ്യ ഭർത്താവ്. അദ്ദേഹത്തിന്റെ മരണശേഷം സംരക്ഷിക്കാൻ ആരുമില്ലാതായ സൗദ റളിയല്ലാഹു അൻഹയെ അവിശ്വാസികളായ കുടുംബക്കാർ ഉപദ്രവിക്കാൻ സാധ്യത കൂടുതലാണ് എന്ന കാരണം കൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയെ വിവാഹം ചെയ്തത്. ഭൗതിക കാര്യങ്ങളിൽ മഹദിക്ക് തീരെ താല്പര്യമുണ്ടായിരുന്നില്ല. മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് ഹിജ്റ 54 ശവ്വാൽ മാസത്തിലാണ് മഹദി വഫാത്താകുന്നത്. മൂന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെയും ഉമ്മു റൂമൻ റളിയല്ലാഹു അൻഹയുടെയും മകളായ ആയിഷ റളിയല്ലാഹു അൻഹയെയാണ്. നുബുവത്തിന്റെ 10-ാം വർഷം ശവ്വാൽ മാസത്തിൽ മക്കയിൽ വെച്ചായിരുന്നു ഈ വിവാഹം. എന്നാൽ ദാമ്പത്യ ജീവിതം തുടങ്ങിയത് 3 വർഷങ്ങൾക്ക് ശേഷം ഹിജ്റയുടെ 7-ാം മാസത്തിലായിരുന്നു. വിവാഹം കഴിക്കുമ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹക്ക് 6 വയസ്സും ദാമ്പത്യ ജീവിതം തുടങ്ങുമ്പോൾ 9 വയസ്സുമാണ് ഉണ്ടായിരുന്നത്. 400 ദിർഹമായിരുന്നു അവിടുന്ന് മഹറായി നൽകിയിട്ടുണ്ടായിരുന്നത്. ആയിഷ റളിയല്ലാഹു അൻഹ മാത്രമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ വെച്ച് ഏക കന്യക. ബീവിയിൽ സന്താനങ്ങൾ ഉണ്ടായിട്ടില്ലെങ്കിലും തന്റെ സഹോദരിയായ അസ്മാഇന്റെ മകൻ അബ്ദുല്ലാഹ് ഇബ്നു സുബൈറിലേക്ക് ചേർത്തിക്കൊണ്ട് ഉമ്മു അബ്ദില്ല എന്ന് കുഞ്ഞെഴുത്തുകാലമായി വിളിക്കപ്പെടാറുണ്ടായിരുന്നു. വിവാഹത്തിന് മുമ്പുള്ള 3 രാത്രികളിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ റളിയല്ലാഹു അൻഹയെ സ്വപ്നത്തിൽ കാണുകയുണ്ടായി. സ്വപ്നത്തിൽ ജിബ്രീൽ അലൈഹിസ്സലാം ആയിഷ റളിയല്ലാഹു അൻഹയുടെ രൂപത്തിൽ വരികയും അങ്ങയുടെ ഈ ലോകത്തെയും പരലോകത്തെയും ഭാര്യയാണ് ഇത് എന്ന് പറയുകയും ചെയ്തു. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ വെച്ച് ഏറ്റവും ഇൽമുണ്ടായിരുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്കാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും 2210 ഹദീസുകൾ മഹദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. തന്റെ 67-ാം വയസ്സിൽ ഹിജ്റ 58 റമദാൻ 17 ചൊവ്വാഴ്ചയായിരുന്നു മഹദി ഈ ലോകത്തോട് വിട പറയുന്നത്. നാലാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മകളായ ഹഫ്സ റളിയല്ലാഹു അൻഹയെയാണ്. ഹിജ്റ 3-ാം വർഷം ശഅബാൻ മാസത്തിലായിരുന്നു ഈ വിവാഹം.
400 ദിർഹമായിരുന്നു അവിടുന്ന് മഹറായി നൽകിയിട്ടുണ്ടായിരുന്നത്. ബദർ യുദ്ധത്തിൽ സംഭവിച്ച മുറിവുകൾ കാരണമായി അദ്ദേഹം വഫാത്തായപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോടും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോടും തന്റെ മകളെ വിവാഹം കഴിക്കുമോ എന്ന് വിവാഹാഭ്യർത്ഥന നടത്തിയെങ്കിലും അവർ മറുപടി നൽകിയിട്ടുണ്ടായിരുന്നില്ല. അവസാനം ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയും അവിടുന്ന് സമ്മതം നൽകുകയും ചെയ്തു. ഇതാണ് ഈ വിവാഹത്തിലേക്ക് വഴിതെളിച്ച സംഭവം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിന്നും 60 ഹദീസുകൾ മഹദി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹഫ്സ റളിയല്ലാഹു അൻഹയെ ഒരു പ്രാവശ്യം ത്വലാഖ് ചൊല്ലിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ജിബ്രീൽ അലൈഹിസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരികിലേക്ക് വന്ന് പറയുകയുണ്ടായി, അങ്ങ് ഹഫ്സ റളിയല്ലാഹു അൻഹയെ തിരിച്ചെടുക്കണം. ഹഫ്സ റളിയല്ലാഹു അൻഹ ധാരാളം നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും ചെയ്യുന്ന ഒരു സ്ത്രീയാണ്. മാത്രമല്ല ഹഫ്സ റളിയല്ലാഹു അൻഹ അങ്ങയുടെ സ്വർഗ്ഗത്തിലെ ഭാര്യയും കൂടിയാകുന്നു. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവിയെ തിരിച്ചെടുത്തു. അങ്ങനെ ഹിജ്റ 45 ശഅബാൻ മാസത്തിൽ 63 വയസ്സുള്ളപ്പോഴാണ് ബീവി വഫാത്താകുന്നത്. അഞ്ചാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് സൈനബ ബിൻത് ഹുസൈമ റളിയല്ലാഹു അൻഹയെയാണ്. ഹിജ്റയുടെ 3-ാം വർഷത്തിലായിരുന്നു ഇവരുടെ വിവാഹം. സാധുക്കളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ വളരെ താല്പര്യമുണ്ടായിരുന്ന മഹദിയെ ഉമ്മുൽ മസാക്കിൻ എന്നാണ് വിളിക്കപ്പെട്ടിട്ടുണ്ടായിരുന്നത്. ആദ്യ ഭർത്താവായ അബ്ദുല്ലാഹ് ബിൻ ജഅ്ഷ് റളിയല്ലാഹു അൻഹു ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവിയെ വിവാഹം ചെയ്തത്. ആ ദാമ്പത്യ ജീവിതം വളരെ ചുരുങ്ങിയ കാലം മാത്രമാണ് നിലനിന്നിട്ടുണ്ടായിരുന്നത്. വിവാഹം കഴിഞ്ഞ് 2-3 മാസങ്ങൾക്ക് ശേഷം ബീവിക്ക് ഒരു രോഗം ബാധിക്കുകയും അക്കാരണത്താൽ ഹിജ്റ 4-ാം വർഷം റബീഉൽ അവ്വലിൽ വഫാത്താവുകയും ചെയ്തു. ആറാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് അബൂ ഉമയ്യത്ത് ബിൻ മുഗീറ എന്നിവരുടെ മകളായ ഉമ്മു സലമ റളിയല്ലാഹു അൻഹയെയാണ്. ഹിജ്റയുടെ 4-ാം വർഷം ശവ്വൽ മാസത്തിലാണ് മഹദിയെ വിവാഹം ചെയ്തത്. ബദർ യുദ്ധത്തിലും ഉഹദ് യുദ്ധത്തിലും പങ്കെടുത്ത അബൂ സലമ റളിയല്ലാഹു അൻഹുവാണ് ഉമ്മു സലമ റളിയല്ലാഹു അൻഹയുടെ ആദ്യ ഭർത്താവ്. ഉഹദ് യുദ്ധത്തിൽ സംഭവിച്ച മുറിവുകൾ കാരണത്താൽ അദ്ദേഹം വഫാത്താവുകയാണ് ചെയ്തത്. അദ്ദേഹം വഫാത്തായപ്പോൾ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ ദുആ ചെയ്യുകയുണ്ടായി, അല്ലാഹുവേ, അബൂ സലമക്ക് നീ പുറത്തു കൊടുക്കണമേ. അദ്ദേഹത്തിന് ശേഷം അദ്ദേഹത്തെക്കാൾ ഉത്തമനായ ഒരു ഭർത്താവിനെ എനിക്ക് നീ നൽകണമേ എന്ന് ദുആ ചെയ്തപ്പോൾ അല്ലാഹു അത് സ്വീകരിക്കുകയും അപ്രകാരം തന്നെ ലഭിക്കുകയും ചെയ്തു. ഹിന്ദ് എന്നായിരുന്നു ബീവിയുടെ യഥാർത്ഥ നാമം. തന്റെ 84-ാമത്തെ വയസ്സിൽ ഹിജ്റ 61-ലായിരുന്നു മഹദി വഫാത്താകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ ഒരാളായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ടതിന്റെ സന്തോഷം കാരണമായി മഹദി അള്ളാഹുവിന് ശുക്റിന്റെ സുജൂദ് ചെയ്യുകയും 2 മാസക്കാലം നോമ്പനുഷ്ഠിക്കാൻ നേർച്ചയാക്കുകയും ചെയ്തു. ധാരാളം നിസ്കാരവും നോമ്പും സദഖയും ചെയ്തിരുന്ന ഒരു ധർമ്മിഷ്ഠയായിരുന്നു സൈനബ് റളിയല്ലാഹു അൻഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഭാര്യമാരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശേഷം ആദ്യമായി വഫാത്താകുന്നതും മഹദിയാണ്. തന്റെ 50-ാമത്തെ വയസ്സിൽ ഹിജ്റ 20-ലായിരുന്നു മഹദി വഫാത്താകുന്നത്. എട്ടാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് ജുവൈരിയ ബിൻത് ഹാരിസ് റളിയല്ലാഹു അൻഹയെയാണ്. ഹിജ്റ 5-നായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മഹദിയെ വിവാഹം ചെയ്തത്. വിവാഹത്തിനു മുമ്പ് നടന്ന മുറൈസ് യുദ്ധത്തിൽ സാബിത്ത് ബിൻ ഖൈസ് റളിയല്ലാഹു അൻഹുവിന് ലഭിച്ച അടിമസ്ത്രീയായിരുന്നു ജുവൈരിയ റളിയല്ലാഹു അൻഹ. തന്നെ മോചിപ്പിക്കാൻ പ്രസ്തുത സംഖ്യ ആവശ്യമായി വരികയും ആ സംഖ്യ ലഭിക്കാനായി ബീവി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സമീപിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവിയെ സഹായിക്കുകയും അക്കാരണത്താൽ പിന്നീട് ബീവിയുടെ ഇഷ്ടപ്രകാരമാണ് ഈ വിവാഹം നടന്നത്. ജുവൈരിയ ബീവിയുടെ മോചനം കാരണത്താൽ ഏതാണ്ട് 100ഓളം കുടുംബങ്ങൾ സ്വതന്ത്രരാവുകയുണ്ടായി. മഹദി ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ജുവൈരിയ റളിയല്ലാഹു അൻഹയേക്കാൾ നമ്മുടെ കുടുംബത്തിന് ഇത്രയും ബർക്കത്തായി മാറിയ മറ്റൊരു സ്ത്രീയെയും ഞാൻ കണ്ടിട്ടില്ല. തന്റെ 65-ാമത്തെ വയസ്സിൽ ഹിജ്റ 50-നായിരുന്നു മഹദി വഫാത്താകുന്നത്. 9-ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹുവിന്റെ മകളായ റംല എന്നറിയപ്പെടുന്ന ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെയാണ്. ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവിയെ വിവാഹം ചെയ്തത്. ഉബൈദുല്ലാഹ് ഇബ്നു ജഹ്ഷ് ആയിരുന്നു മഹദിയുടെ ആദ്യ ഭർത്താവ്. ഇസ്ലാമിന്റെ പ്രാരംഭഘട്ടത്തിൽ തന്നെ ഇരുവരും ഇസ്ലാം സ്വീകരിക്കുകയും എത്യോപ്യയിലേക്ക് ഹിജ്റ പോവുകയും ചെയ്തു. അവിടെ വെച്ച് ഭർത്താവ് ക്രിസ്ത്യാനിയും മദ്യപാനിയുമായ നിലക്ക് മരിക്കുകയും ചെയ്തു. ഈ വിവരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അറിയുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ
അംർ ഇബ്നു ഉമയ്യ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ 2 കത്തുകൾ കൊടുത്തയച്ചുകൊണ്ട് എത്യോപ്യയിലെ രാജാവായ നജാശിയുടെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഒന്നാമത്തെ കത്തിൽ ഇസ്ലാമിലേക്കുള്ള ക്ഷണവും രണ്ടാമത്തെ കത്തിൽ ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയെ തനിക്ക് വിവാഹം ചെയ്തു തരണം എന്നുള്ള അഭ്യർത്ഥനയുമായിരുന്നു. നജാശി ആ ആവശ്യം പൂർണ്ണമായും അനുസരിക്കുകയും മുസ്ലിമാവുകയും ബീവിയെ മദീനയിലേക്ക് അയക്കുകയും ചെയ്തു. അങ്ങനെ ബീവി മദീനയിലേക്ക് എത്തിയ ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബീവിയെ വിവാഹം ചെയ്തത്. ഹിജ്റ 44-ൽ തന്റെ സഹോദരനായ മുആവിയ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്ത് മദീനയിൽ വെച്ചാണ് ബീവി വഫാത്താകുന്നത്. 9-ാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് ബർറ ബിൻത് ശമൗഅലയുടെ മകളായ സഫിയ റളിയല്ലാഹു അൻഹയെയാണ്. ഹിജ്റ 7-ാം വർഷം മുഹറം മാസത്തിൽ നടന്ന ഖൈബർ യുദ്ധത്തിൽ ജൂതന്മാരുടെ നേതാവിന്റെ മകളായ സഫിയ റളിയല്ലാഹു അൻഹ ബന്ദിയാക്കപ്പെട്ടു. നേതാവിന്റെ മകൾ എന്ന നിലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരോട് 2 ആവശ്യങ്ങൾ ഉന്നയിക്കുകയുണ്ടായി. ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കുടുംബത്തിലേക്ക് തിരിച്ചു പോകാം, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കുകയും എന്നെ വിവാഹം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ അവർ, ഞാൻ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും തിരഞ്ഞെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് മുസ്ലിമാവുകയും അങ്ങനെ തങ്ങളെ വിവാഹം കഴിക്കുകയും ചെയ്തു. ഹിജ്റ 50-ലാണ് ബീവി വഫാത്താവുന്നത്. അവസാനമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിവാഹം ചെയ്തത് ഹാരിസ് ഇബ്നു ഹുസൈനിന്റെയും ഹിന്ദ് ബിൻത് ഔഫിന്റെയും മകളായ മൈമൂന റളിയല്ലാഹു അൻഹയെയാണ്. ഹിജ്റ 7-ാം വർഷം ദുൽഖഅദ മാസത്തിലാണ് ഈ വിവാഹം നടക്കുന്നത്. 500 ദിർഹമാണ് അവിടുന്ന് മഹറായി നൽകിയിട്ടുണ്ടായിരുന്നത്. ബീവിയുടെ യഥാർത്ഥ നാമം ബർറ എന്നായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് മൈമൂന എന്ന പേര് ബീവിക്ക് നൽകിയത്. ഹിജ്റ 51-ലാണ് മഹ്ദി ഈ ലോകത്തോട് വിട പറയുന്നത്. ഈ 11 ഭാര്യമാരിൽ ഖദീജ റളിയല്ലാഹു അൻഹയും സൈനബ് ബിൻത് ഖുസൈമ റളിയല്ലാഹു അൻഹയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതകാലത്ത് തന്നെ വഫാത്തായിട്ടുണ്ടായിരുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.